Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre-owned vehicles. All brands and makes. www.spectrumautosols.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1-845-348-7777. സ്റ്റേജ് ഡെക്കറേഷൻ രംഗത്ത് ഒട്ടേറെ പുതുമകളുമായി ഇവന്റ് ഗ്രാം USA. വെഡിംഗ്, എൻഗേജ്മെന്റ്, ബേബി ഷവർ, ബ്രൈഡൽ ഷവർ, ബർത്ത്ഡേ, സ്വീറ്റ് 16, ഹോളി കമ്മ്യൂണിയൻ. നമസ്കാരം. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഒരു CAG വിവാദം. രണ്ടാമത്തേത്, അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കേസ്. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള കേസിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. അത് ജൂലിയാനി അല്പം മുമ്പ് പ്രസിഡന്റിന്റെ പ്രധാന അഭിഭാഷകൻ ജൂലിയാനി, മുൻ ന്യൂയോർക്ക് മേയർ റൂഡി ജൂലിയാനി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും അതിൽ പങ്കെടുത്തില്ല. ഒരു മാധ്യമത്തിലും ഒരു ചാനലിലും അത് ലൈവായിട്ടൊട്ട് കണ്ടുമില്ല. പക്ഷേ അതിൽ തട്ടുതകർപ്പൻ ആരോപണങ്ങളാണ് ജൂലിയാനി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പെൻസിൽവേനിയയിലെ 69,140 വോട്ടുകൾക്കാണ് ബൈഡൻ ജയിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ അവിടെ ഫ്രോഡ് നടന്നു. ഈ ഫിലഡൽഫിയ തുടങ്ങിയ ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സിറ്റികളിലെല്ലാം തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് മിക്കപ്പോഴും നടക്കുന്നത്, എല്ലായ്പ്പോഴും തന്നെ നടക്കുന്നത്. അത് സ്ഥിരമായ ഒരു പരിപാടിയാണ്. ഇപ്രാവശ്യവും അത് നടന്നു. അതുകൊണ്ട് അതിനേക്കാൾ വോട്ടുകൾ, ഇങ്ങനെ തട്ടിപ്പ് നടന്ന വോട്ടുകളാണ് അതിനേക്കാൾ കൂടുതലുണ്ട്. അത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും, കോടതിയിൽ അത് തെളിയിക്കാൻ കഴിയും. മിഷിഗണിലും അത് തന്നെ ചെയ്യാൻ കഴിയും. അവിടെയും പലവിധ ഫ്രോഡുകൾ നടന്നു. അവിടെ നാളെ ഒരു പ്രധാനപ്പെട്ട കേസ് അവിടെ ഫയൽ ചെയ്യുന്നതാണ്. അരിസോണയിലും കേസ് ഫയൽ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി അദ്ദേഹം എടുത്തു കാട്ടിയ ചില വസ്തുതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ബൈഡന്റെ ടീം വോട്ട് തട്ടിപ്പിന് ഏറ്റവും പറ്റിയ ആളുകളാണ്, ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ബൈഡന്റെ ടീമിലുള്ളത്. അതുകൊണ്ട് ഈ വോട്ട് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് എങ്ങനെ വോട്ട് ചെയ്യിക്കാമെന്നാണ് അവർ ശ്രമിച്ചത്. അത് മുഴുവൻ ഈ വോട്ട് ചെയ്തത് ആരാണ്, ഒരാൾ തന്നെ എത്ര വോട്ട് ചെയ്തു, എത്ര തവണ വോട്ട് ചെയ്തു, മരിച്ചുപോയവർ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവർ വോട്ട് ചെയ്തു, ഇങ്ങനെയുള്ള ഇതൊന്നും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്തവരുടെ ഐഡന്റിറ്റി നോക്കാനോ ഒന്നും യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ വോട്ടുകളെല്ലാം ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. ഈ മെയിൽ ഇൻ ബാലറ്റ് പലതും ഫ്രോഡാണ് എന്ന രീതിയിൽ മുൻ പ്രസിഡന്റ് കാർട്ടറും മുൻ സെക്രട്ടറി ജെയിംസ് ബേക്കറും ഒക്കെ അവരുടെ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഇതിലെല്ലാം വ്യാപകമായ ക്രമക്കേടുകൾ നടന്നു, അഴിമതികൾ നടന്നു. അത് തങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷെ ചിലർ പറഞ്ഞത് ഇത് പത്ര റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് അതിന്റെ കട്ടിംഗ് ആണ് ജൂലിയാനി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചിലർ വിമർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയായാലും ലോസ്യൂട്ട് കോടതിയിലുണ്ട്. ഇനി ആ കോടതിയിലാണ് തീരുമാനം എടുക്കേണ്ടത്, മിഷിഗണിലും. അപ്പൊ മിഷിഗണിലെ കേസിനെ പറ്റി ജൂലിയാനി അവിടുത്തെ ഈ ഡിട്രോയിറ്റിലെ സിറ്റിയിൽ എഞ്ചിനീയറായ ജെസ്സി ജേക്കബിന്റെ ഒരു സത്യവാങ്മൂലം എടുത്തു പറയുകയുണ്ടായി. സത്യവാങ്മൂലത്തിലെ ചില ഭാഗങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പൊ അത് വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവര് ഇലക്ഷൻ വർക്കർ ആയിരുന്നു, ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോ സൂപ്പർവൈസർ പറഞ്ഞു, നിങ്ങൾ ഈ അയക്കുന്ന മെയിൽ ബാലറ്റ് അയക്കുമ്പോൾ അത് മുൻകൂട്ടി, അതിനു മുമ്പ് അയക്കുന്ന ദിവസമല്ല, അതിന് മുമ്പുള്ള ഒരു ദിവസം അങ്ങോട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഈ ബൈഡന് വേണ്ടി ഇവർ ക്യാൻവാസ് ചെയ്യുന്നത് കണ്ടു. ഇങ്ങനെ ഓരോരോ ക്രമക്കേടുകൾ കണ്ടതായിട്ട് ഇവരെ സത്യവാങ്മൂലം കൊടുത്തു. ആ സത്യവാങ്മൂലം കൂടി ഉപയോഗിച്ചാണ് ഈ ട്രംപിന് വേണ്ടിയിട്ടുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവരുടെ സത്യവാങ്മൂലം ഒരു ജഡ്ജി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു ആരെപ്പോൾ എവിടെ, ഇതിനുള്ള യാതൊരു തെളിവുമില്ലാതെ വെറുതെ ഒരു സത്യവാങ്മൂലം കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനാല് കാര്യം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വളരെ ശരിയാണെങ്കിലും അതില് ആക്ഷൻ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു
പിന്നെ അതിന് മാത്രമുള്ള വകുപ്പുകളൊന്നും കാണുന്നില്ല എന്നാണ് ജഡ്ജി പറഞ്ഞത്. എന്തായാലും ജൂലിയാനി അതെടുത്ത് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ജെസ്സി ജേക്കബും ഈ ട്രംപ് പിന്നെ ഇലക്ഷൻ കേസിൽ ഒരു കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. വളരെ നല്ലത്. കക്ഷിയല്ല, സാക്ഷിയായിട്ട്. എനിവേ, അതിന്റെ ഇടയിലാണ് ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിലൊക്കെ റിപ്പോർട്ട് കാണുന്നത്, ഈ പലയിടത്തും ഇലക്ഷൻ സർട്ടിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും ശ്രമിക്കുന്നു. ഈ ലെജിസ്ലേച്ചറാണ് ഓരോ സ്ഥലത്തെയും, അസംബ്ലിയാണ് ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അത് സർട്ടിഫൈ ചെയ്യാതിരിക്കാനായിട്ട് ഈ അസംബ്ലിയുടെ നേതാക്കന്മാരെയൊക്കെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് മിഷിഗണിലെ റിപ്പബ്ലിക്കൻ നേതാവിനെ, അസംബ്ലിയിലെയും സെനറ്റിലെയും റിപ്പബ്ലിക്കൻ നേതാക്കളെയൊക്കെ പിന്നെ വൈറ്റ് ഹൗസിലേക്ക് നാളെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരോടൊക്കെ ഇത് അംഗീകരിക്കരുത്, സർട്ടിഫൈ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഡിട്രോയിറ്റിൽ പിന്നെ ഇലക്ഷൻ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡങ്ങളിൽ 2 പേര് അത് പിൻവലിക്കാനായിട്ട് ഇന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പ്രധാന കാരണം അവർ ആദ്യം പിന്നെ സർട്ടിഫൈ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, റിപ്പബ്ലിക്കൻസ് ആയ അവർക്ക്. പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവർ സർട്ടിഫൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് ഒരു മനംമാറ്റം, ഞങ്ങൾ സർട്ടിഫൈ ചെയ്തത് ശരിയായില്ല, അത് പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഇനി സാധുതയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ സമയം കഴിഞ്ഞുപോയി, അവർക്ക് ആവശ്യപ്പെടാനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി. അപ്പൊ ഇതിനി പിന്നെ ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അവരുടെ ആ പിന്മാറ്റത്തിന് പ്രസക്തി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും ഈ രംഗത്ത്, ഈ സർട്ടിഫിക്കേഷൻ രംഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നതെന്നാണ് എതിർവിഭാഗം ആരോപിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഒടുവില് ഈ ഇലക്ഷൻ ഹൗസിലേക്ക് മാറ്റുക, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്നോ എത്ര കണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നോ നമുക്കറിയില്ല. പക്ഷേ ബൈഡന്റെ ട്രാൻസിഷൻ ടീം ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ശക്തമായി മുന്നേറുന്നുണ്ട്, ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ വന്നാലും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള ആൾക്ക് തീർച്ചയായിട്ടും ഭരണവും ലഭിക്കും എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ലഭിച്ചേ പറ്റൂ, ലഭിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ട്രംപ് നടത്തുന്ന യുദ്ധങ്ങള്, ഈ നിയമ പോരാട്ടങ്ങള് എത്ര കണ്ട് വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ ഇലക്ടറൽ കോളേജിലേക്കുള്ള അംഗങ്ങളെ സർട്ടിഫൈ ചെയ്യാനുള്ള ദിവസങ്ങളും അടുത്തു വരുന്നു. അപ്പൊ അതിനിടയ്ക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി പ്രസിഡന്റ് പോകുന്നതിന് മുമ്പ് ഒരു 3 പേരുടെ വധശിക്ഷ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജനുവരി 20 പ്രസിഡന്റ് പിരിഞ്ഞാലും ഇല്ലെങ്കിലും, അതായത് ഈ ഒന്നൊരു വനിതയാണ്. ഒരുപാട് 50 വർഷത്തിനിടയിലോ മറ്റോ ആദ്യമായിട്ടാണ് ഒരു ഫെഡറൽ കോടതിയിൽ ഒരു വനിതയെ, ഫെഡറൽ ശിക്ഷാ നിയമപ്രകാരം ഒരു വനിതയെ തൂക്കിലേറ്റുന്നത്. അപ്പൊ അതടക്കം 3 വധശിക്ഷ നടപ്പാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ഫെഡറൽ വധശിക്ഷ പുനരാരംഭിക്കുന്നത്. ഏതാണ്ട് 50 വർഷത്തോളമായിട്ട് ഫെഡറൽ തലത്തിൽ വധശിക്ഷയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അവര് ജയിലിൽ കിടക്കുക മാത്രമായിരുന്നു. പക്ഷെ ജൂലൈ മുതൽ അത് പുനരാരംഭിച്ചു. അതിനുശേഷം 7 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഫെഡറൽ കേസുകളിൽ. അപ്പോ അതില് ഇതിപ്പോ പെട്ടെന്ന് നടപ്പാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, സാറിന് ഇങ്ങനെ ചെയ്യാറില്ലെന്നാണ് പറയുന്നത്, ഈ ബൈഡനും കമലാ ഹാരിസും വധശിക്ഷയ്ക്കെതിരാണ്. വധശിക്ഷ നിർത്തലാക്കും, വധശിക്ഷ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. കമലാ ഹാരിസ് ആണെങ്കിലും അവിടെ സ്റ്റേറ്റ് അറ്റോർണി ആയിരുന്നപ്പോൾ, കാലിഫോർണിയയിലെ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ആയിരുന്നപ്പോൾ അവർ പറഞ്ഞത്, ഈ വധശിക്ഷ ആനുപാതികമായിട്ട് അത് മൈനോറിറ്റീസിന് ദോഷം ചെയ്യുന്നു, കറുത്തവർഗക്കാർക്കും ലാറ്റിനോകൾക്കും. കാരണം അവരാണ് കൂടുതൽ ഈ വധശിക്ഷയ്ക്ക് വിധേയരാകപ്പെടുന്നത്. മറ്റുള്ളവർക്ക് അത്ര വരുന്നില്ല. അത് അവർക്കെതിരായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വധശിക്ഷ ആവശ്യപ്പെടുകയില്ലെന്നാണ് അവർ ഡിസ്ട്രിക്ട് അറ്റോർണി ആയപ്പോൾ തന്നെ പറയുന്നത്. അപ്പൊ അറ്റോർണി ജനറൽ ആയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആ നിലപാട് തന്നെയാണ് ബൈഡനും കമലാ ഹാരിസും സ്വീകരിക്കാൻ പോകുന്ന. ബൈഡൻ ഓഫ് കോഴ്സ് കാത്തലിക്കാണ്. കാത്തലിക്സ് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ അനുകൂലിക്കുന്നുമില്ല. അതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടെ. എങ്ങനെയായാലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിനാൽ വധശിക്ഷ അവരുടെ കാലത്ത് ഉണ്ടാവില്ല എന്ന് കരുതാം. അതുകൊണ്ടാണ് ഈ 3 പേരെ മുൻകൂട്ടി നേരത്തെ തന്നെ അവരുടെ കാര്യം തീർക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അവരുടെ കഷ്ടകാലം എന്ന് നമുക്ക് പറയാം. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
ഒരു ബഹുമാനപ്പെട്ട സ്ഥാപനമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ ആരോപണവുമായിട്ട് ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് CAG കിഫ്ബി എന്ന് പറഞ്ഞ ഒരു അഭ്യാസം കേരള ഗവൺമെന്റിന്റെ വക ഉണ്ടായിരുന്ന ഒരു സംഘടന, ഒരു പൈസ പിരിച്ചുള്ള ധനകാര്യ പരിപാടികൾ. അപ്പൊ അതിനെതിരെ CAGയുടെ റിപ്പോർട്ട് വന്നു. ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള പണം സ്വീകരിക്കുന്നത് ശരിയല്ല, അതിന് കേന്ദ്ര സർക്കാരിന് മാത്രമേ അനുമതിയുള്ളൂ, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നാണ് CAGയുടെ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ ഇക്കാര്യം ഈ റിപ്പോർട്ട് പൊട്ടിക്കാതെ തന്നെ നിയമസഭയിൽ വെക്കണമെന്നാണ് CAG പറഞ്ഞത്. അപ്പം ധനമന്ത്രി പറയുന്നത്, ഞാൻ പോസ്റ്റ്മാനൊന്നുമല്ല, അങ്ങനെ സർക്കാർ ആരെങ്കിലും തരുന്നത് പൊട്ടിക്കാതെ അവിടെ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല, അതെന്റെ ചുമതലയല്ല. അതിനു പുറമെ CAG നേരത്തെ സർക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത ആകെ 2 പേരെ പറഞ്ഞിരുന്നുള്ളൂ, പിന്നീട് 4 പേജ് എഴുതി ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ CAG ഈ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ BJP സർക്കാരുമായിട്ടൊക്കെ പ്രധാനമന്ത്രി മോഡിയുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട ആളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഇതില് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ സർക്കാരിനെ കാണിക്കാത്ത കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്തുവെങ്കിൽ അത് തെറ്റ്. അതിനു പുറമെ ഈ CAG പലപ്പോഴും രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊന്ന് ഈ ഒരു 2014-15 ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ മതി. അന്ന് CAG ആയിരുന്ന വിനോദ് റായ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു 2G 3G സ്പെക്ട്രം അതിന്റെ അത് വിൽക്കുന്നതില് 1.76 ലാഖ് കോടി 1.76 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നു, തട്ടിപ്പ് നടന്നു എന്ന്. അത്രയും വലിയ ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ എത്ര കോടിയാണ്? 1.76 ലക്ഷം കോടി രൂപ. അത് ആർക്കും മനസ്സിലാകാത്തൊരു കണക്കായി പോയി. ആ കണക്ക് കേട്ടപ്പോഴത്തേക്ക് വാസം പറഞ്ഞ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യയിലെ ആളുകളെ മുഴുവൻ ഞെട്ടിച്ച ഒരു കണക്കായിരുന്നു അത്. ഇത്രയും വലിയ അഴിമതി ആ സമയത്ത് നടന്നു, മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് നടന്നു. അന്ന് ജനങ്ങളെ ഏറ്റവും പ്രകോപിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത്. BJPക്ക് അനുകൂലമായിട്ട് തിരിയുന്നതിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത്. പിന്നീട് ആ കേസ് അന്ന് ഈ മന്ത്രിയായിരുന്ന രാജിവെച്ചു. പിന്നീട് ആ കേസ് കോടതിയിലൊക്കെ വന്ന ഏതാണ്ട് 3000 കോടിയുടെ അഴിമതിയെ പറ്റിയാണ് പിന്നീട് പറഞ്ഞു കേൾക്കുന്നത്, കോടതിയിലൊക്കെ കേസ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഈ 1.76 ലക്ഷം കോടി എവിടെ പോയി? CAG ഉണ്ടാക്കിയ ഒരു കണക്ക്. അതായത് ഈ CAG ഇങ്ങനെയുള്ള ചില വെള്ളാനകള് എന്താ പറയാ, അവര് ചില കണക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങള്, നിഗൂഢ ലക്ഷ്യങ്ങള്, നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇവര് പറയുന്നതിൽ സത്യമുണ്ടോ, ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം കൂടി വേണം. അല്ലാതെ വെറുതെ ഒരു കയറൂരി വിട്ട് ഇവര് പറഞ്ഞതുകൊണ്ട് അത് മുഴുവൻ അങ്ങ് സത്യമാണെന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അതിൽ രാഷ്ട്രീയം കലരുമ്പോൾ. ഇവിടെ അന്ന് ആ 1.76 ലക്ഷം കോടി പറഞ്ഞപ്പം രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇപ്പൊ ഈ കിഫ്ബിയുടെ കാര്യം പറയുമ്പോഴും രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഈ കേന്ദ്ര ഏജൻസികളെ പറ്റി പറയുമ്പം ED ആയാലും ഇപ്പം EDയും CBIയും ഒക്കെ സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും പുറകെയാണ് നടക്കുന്നത്. വേറെ ഒരു കേസും ഇല്ലേ കേരളത്തില്? ഇതാണോ ഏറ്റവും വലിയ കേസ്? ഇതാണോ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭവം? വേറൊരു കാര്യത്തെപ്പറ്റി പറയാനോ ചിന്തിക്കാനോ അന്വേഷിക്കാനോ ഇല്ലേ? അപ്പൊ എന്നിട്ട് ഇതിന്റെ എല്ലാം ഓരോരോ കാര്യങ്ങള് കുറേശ്ശെ ആയിട്ട് പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കും. എന്നിട്ട് മാധ്യമങ്ങളിൽ ഹൈപ്പ് ഉണ്ടാക്കും. ഇതാണ് പരിപാടി. ഇത് ഈ ഒരു ഇത് കാണാൻ കഴിഞ്ഞത് ഈ അഭയ കേസിന്റെ കാലത്താണ്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. ഇവരിങ്ങനെ കുറേശ്ശെ ആയിട്ട് എന്തെങ്കിലും പത്രങ്ങൾക്ക് കൊടുക്കും. അതാ അവരെ അനുകൂലിക്കുന്ന പത്രങ്ങള് വളരെ നീചമായ രീതിയിൽ അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയും ചെയ്യും. അപ്പൊ അത് ഇങ്ങനെയുള്ള പരിപാടി ഈ കേന്ദ്ര ഏജൻസികൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന പരിപാടി അത് നിർത്തണം. വാസ്തവം പറഞ്ഞാല് അവർ അന്വേഷിക്കാൻ വരികയാണ്, വരട്ടെ, അന്വേഷിക്കട്ടെ, ശരിയായ രീതിയിൽ അന്വേഷിക്കട്ടെ, കേസ് കോടതിയിലെത്തട്ടെ. എന്നല്ലാതെ അപകീർത്തികരവും ആക്ഷേപകരവുമായ കാര്യങ്ങള് മുൻകൂട്ടി പറഞ്ഞ് ആളുകളെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ ധാരണയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുക, അത് ശരിയാണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ KP യോഹന്നാന്റെ കാര്യത്തിൽ, ബിഷപ്പ് KP യോഹന്നാന്റെ കാര്യത്തിൽ ഇപ്പൊ കണ്ടതാണ്. 7 സംസ്ഥാനങ്ങളിലായിട്ട് നടത്തിയ റെയ്ഡാണ്. പല സ്ഥലങ്ങളിൽ, പല സ്ഥാപനങ്ങളിൽ നിന്ന് നടത്തിയ റെയ്ഡാണ്. അപ്പൊ ആ റെയ്ഡിലാണ് 16 കോടിയോ മറ്റോ പിടിച്ചെടുത്തെന്ന് പറയുന്നത്. പല സംസ്ഥാനങ്ങളിൽ പല പല സ്ഥാപനങ്ങളിൽ നിന്ന്. ഓരോ സ്ഥാപനത്തിനും തീർച്ചയായിട്ടും കുറെ പൈസ ഒക്കെ തീർച്ചയായിട്ടും സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ അവിടുന്ന് പിടിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരൊറ്റ എടുത്തുനിന്ന് കിട്ടിയെന്നുള്ള രീതിയിലാണ് പറയുന്നത്.
അപ്പം ഈ കെ പി യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുകയുണ്ടായി, ഈ കെ പി യോഹന്നാന്റെ പേരിൽ ഇങ്ങനെ സ്വത്തുക്കളൊന്നുമില്ല, അദ്ദേഹത്തിന് കാര്യമായ സ്വത്തുക്കളോ സ്വന്തമായ പേരിലോ ഒന്നുമില്ല, എല്ലാം ഓരോ ട്രസ്റ്റിന്റെ പേരിലും ഓരോ സ്ഥാപനത്തിന്റെ പേരിലുള്ള സ്വത്തുക്കളാണ്. പേഴ്സണലായിട്ട് പ്രോപ്പർട്ടി ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് സത്യം എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്ങനെ പറഞ്ഞാലും ഈ കേന്ദ്ര ഏജൻസികള് അവര് രാഷ്ട്രീയം കളിക്കുക അല്ലെ വർഗീയം കളിക്കുക, അത് ശരിയല്ല. അവര് അന്വേഷിക്കുകയും കുറ്റവാളികളാണെങ്കിൽ ആ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ശിക്ഷിപ്പിക്കുകയും ചെയ്യുക, അതാണ് അവർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക, മാധ്യമങ്ങളിൽ അതൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ എതിരഭിപ്രായമുള്ളവർക്കെതിരെ മോശമായിട്ട് പ്രചരിപ്പിക്കുക, ഇതൊക്കെ ശരിയാണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അമേരിക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ നാൻസി പെലോസിയെ വീണ്ടും സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ അടുത്ത 2 വർഷം കൂടെ അവർ തന്നെ ആയിരിക്കും സ്പീക്കർ. നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇത് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം 3-ാം സ്ഥാനമാണ് സ്പീക്കർക്കുള്ളത്. പിന്തുടർച്ചയുടെ കാര്യത്തിലാണേലും സ്പീക്കർക്ക് 3-ാം സ്ഥാനമാണുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷൻ. അപ്പൊ എന്തായാലും 80-കാരിയായ അവര് ഒരു കാര്യം പറഞ്ഞു, ഒരു തവണ കൂടി ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ 82 വയസ്സാകും. അത് അപ്പോഴത്തേക്ക് അതോടെ പിരിയും. ഇനി 2 വർഷം കൂടി അവർ സ്പീക്കറായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം 2 വർഷം കൂടെ കഴിയുമ്പോൾ പിന്നെ ബൈഡൻ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സാകും. പിന്നെയും 2 വർഷം കൂടെ അദ്ദേഹത്തിന് തുടരാം, 82 വയസ്സാകും അപ്പോഴത്തേക്ക്. അപ്പൊ പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ മലയാളികളിൽ പലരും 70, 65, 70 ഒക്കെ ആകുമ്പോഴത്തേക്ക് വൃദ്ധനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെക്കാളൊക്കെ വൃദ്ധനാണ് പ്രസിഡന്റ് ആകുന്നതും സ്പീക്കർ ആകുന്നതും. അപ്പം നമ്മുടെ പ്രായത്തെ പറ്റി അത്രയധികം ഖിന്നരാകേണ്ട കാര്യമില്ല. പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് കണക്കാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് തോന്നുകയും ചെയ്യുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. അതിനൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നു. അതിന് നല്ല മാതൃകയാണ് ഇവര് തീർച്ചയായിട്ടും. ഇത്രയുമാണ് ഇന്നത്തെ തെരികിടയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു വിഷയവുമായി നാളെ നമുക്ക് സന്ധിക്കാം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. editor@eMalayali.com editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം. Your medical care starts here. BCT Medical Services PC. Primary care for adults and geriatric community. Addiction medicine with latest treatments and immunizations. Dr. Cherry-Ann Thomas, MD, MBA. Diplomat of the American Board of Internal Medicine. Associate Medical Director of Hospital Medicine. Assistant Professor, Icahn School of Medicine. Mount Sinai South Nassau Hospital, Oceanside, New York. Dr. Bina Joseph, MD. Diplomat of the American Board of Internal Medicine. Attending physician for Chemical Dependency Unit and Addiction Medicine. Flushing Hospital Medical Center, Queens, New York. BCT Medical Services PC. Suite number 106, 230 Plaza, 230 Hilton Avenue, Hempstead, New York. Phone 516-416-4061. Email bctmedicalservices@gmail.com. BCT Medical Services PC.